Hi friends, welcome back to our channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൂലം നാളിൽ എടുത്തിട്ടുള്ള ഒരു ഡേ മൈ ലൈഫും ഒപ്പം ഉത്രാടത്തിൻ്റെ ദിവസം ഉണ്ടായ ചെറിയ വിശേഷങ്ങളും തിരുവോണത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി മിക്സ് ആക്കിയിട്ട് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് ടൈം കിട്ടിയിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പേരിടൽ ചടങ്ങും ഒക്കെ കൂടിയായിട്ട് ആകെ ഒരു റഷായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീറ്റ് നമ്മൾ ബ്രഷിങ്ങും കുളിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടു. എന്നിട്ട് പിന്നെ നമ്മുടെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് കുറച്ച് ഫ്രഷ് എയറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. മക്കൾ രണ്ടാളും ഇവിടെ ഉണ്ട്. ഉണ്ണിയുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉണ്ണിനെ അച്ഛനാണോ അമ്മയോ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വന്ന് ബബ്ലുവിന് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ വെച്ചു. എന്നിട്ട് പിന്നെ ബബ്ലുവിനെ കുളിപ്പിക്കാൻ വെള്ളവും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും ബബ്ലുവിനും കൂടിയിട്ട് എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഒരു ചേട്ടൻ വൃത്തിയാക്കാനൊക്കെ വരുന്നുണ്ട്. ഉണ്ണിയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു ഉണ്ണിയുടെ പേരിടൽ, നെയിമിങ് സെറിമണി. അപ്പോൾ അന്ന് അതിൻ്റെ തലേ ദിവസമായിട്ട് ഒരു ചേട്ടൻ വന്നിട്ട്, അതിൻ്റെ തലേ ദിവസം അതിൻ്റെ ഒരു ദിവസം മുന്നേ ആയിട്ട് ഒരു ചേട്ടൻ വന്നിട്ട് മൂലത്തിൻ്റെ അന്ന് ഒരു ചേട്ടൻ വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ ആകെ ഒരു തിരക്കാണ്. അപ്പോൾ ഞാൻ നേരെ കയറി, എന്താ പറയുക, അമ്മ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ അതെടുത്ത് കുറച്ച് പരത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാനെല്ലാതും ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അമ്മ നേരെ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് ഫ്രണ്ടിൽ ചാണകം മെഴുകി പൂക്കളിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ മൂലം ദിവസമായതുകൊണ്ട് തന്നെ ചതുരത്തിലുള്ള ഒരു പൂക്കളാണ് ഇട്ടത്. ഇതാണ് നമ്മളെ പൂക്കൾ കേട്ടോ. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂം വൃത്തിയാക്കുന്നുണ്ട് ഈ ചേട്ടൻ. പിന്നെ ഞാൻ നേരെ വന്ന് എനിക്ക് ചായ ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് ചായ വയ്ക്കാൻ കേട്ടോ. പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, പാത്രങ്ങൾ കഴുകി. അപ്പോൾ ആ ചേട്ടൻ അവിടെയൊക്കെ എന്താ പറയുക, വിൻഡോസ് മാത്രമാണ് കഴുകി തുടച്ച് തരുന്നത് കേട്ടോ. ഒടി മാറാലൊക്കെ അടിച്ച് തരിക, അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഞാനും എല്ലായിടും അടിച്ച് വാരി തുടയ്ക്കും. അങ്ങനെയായിരുന്നു പണി നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ റൂമിലത്തെ പണി നിർത്തിയപ്പോൾ ഞാൻ നേരെ ഞങ്ങളെ റൂം വേഗം അടിച്ച് വാരി തുടച്ചിട്ടു. അപ്പോൾ പിന്നെ മോനെ അവിടെ ഒന്ന് കെടുത്താലോ, അങ്ങനെ പൊടിയില്ലാതെ കെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ.
പിന്നെ ഞാൻ നമ്മുടെ കട്ടിലിൻ്റെ പൊസിഷനും കബോർഡിൻ്റെ പൊസിഷനൊക്കെ നീക്കിയിട്ട് ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മുടെ വേപ്പില അമ്മ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലുണ്ടായിരുന്നു തന്നെ കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മുടെ ഇലകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ട് വയ്ക്കാമെന്ന് കരുതി. ഒപ്പം ഞാൻ നമ്മുടെ ഫ്രിഡ്ജും വൃത്തിയാക്കി ആ ദിവസം തന്നെ കേട്ടോ. പിന്നെ അനിയന്മാരുടെ റൂമിൻ്റെ കോലാണിത്. അപ്പോൾ അനിയന്മാരുടെ റൂം അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അവർ അഴിച്ചിട്ടിട്ടുണ്ട്. ഒരു അനിയനും വിഷ്ണുവും കൂടിയിട്ട് അന്നത്തെ ദിവസം ട്രിപ്പ് പോയേക്കായിരുന്നു കേട്ടോ. അപ്പം അന്ന് ആരുമില്ല റൂമിൽ. രണ്ടാമത്തെ ആളുണ്ടായിരുന്നു വീട്ടിൽ, പക്ഷെ അവന് പനിയായിട്ട് അവൻ കിടപ്പിലാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നതൊക്കെ മടക്കി ഒതുക്കി അതിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ അവിടെയൊക്കെ നീറ്റാക്കി ഇവിടുത്തെയും കട്ടലിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റിയിട്ടു കേട്ടോ. അപ്പോൾ അവരുടെ റൂമൊക്കെ കണ്ടില്ലേ, അങ്ങനെ റൂം സെറ്റാക്കി. പിന്നെ ഹാളിൽ ആ വിൻഡോസൊക്കെ ആൾ തുടച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി. പിന്നെ അമ്മയുടെ റൂമിലായിരുന്നു പിന്നെ ആൾ വൃത്തിയാക്കിയിരുന്നത് കേട്ടോ. ഹാളിൻ്റെ മുന്നേ അമ്മയുടെ റൂം ആൾ മാറാലൊക്കെ തട്ടി തന്നു. പിന്നെ ഞാൻ ഓരോ റൂം കഴിയുമ്പോൾ അവിടെ പോയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് എന്താ പറയുക, അടിച്ചു വാരി തുടച്ചിടും. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ മൂലം ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളെന്താ പറയുക, ഉത്രാടമല്ല പോരാടത്തിൻ്റെ അന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, പൂക്കൾ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഒന്നാമത്തെ നമ്മളെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഡ്രസ്സ് എടുക്കാൻ പോക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് പരിപാടിയുടെ കസാലൊക്കെയാണ് അത്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി നമ്മൾ പൂക്കളം രാവിലെ ഇട്ട് വെച്ച് അതിൽ തന്നെയാണ് നമ്മൾ എന്താ പറയുക ഒരുക്കണം. അപ്പോൾ വിഷ്ണുവും കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഒരുക്കണം. നമ്മൾ ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്തെടുക്കും. പിന്നെ പച്ച അരി വെള്ളത്തിലിട്ട് എന്താ പറയുക പൊടിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവില്ല, ആ സംഭവമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അണിയിച്ചൊരുക്കുന്നുണ്ട്. പിന്നെ അനിയനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്, വിഷ്ണുവും കൂടിയിട്ട്. കൈ വയ്ക്കില്ല ചെയ്യാൻ. അവിടെ നട്ട ഞാൻ പിടിക്കാം. എന്താടി എന്ത് അപ്പോൾ കട ചവിട്ടിയാവുന്ന ആശ കിട്ടാം.
കഴിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ ആ ഒരു ഇതിലാണ്. പോരാട്ടത്തിൻ്റെ അന്ന് ഉണ്ണിയുടെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കാഞ്ഞ്. ഉണ്ണിക്ക് ചെറിയ ചെറിയ പനിയും വാശിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇഞ്ചക്ഷൻ കുത്താൻ പോകലും ഒക്കെ കൂടി ആയപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസം നമ്മുടെ പരിപാടിയുടെ തലേ ദിവസം കൂടി ആയാൽ ആകെ മൊത്തം റഷാണ്. അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുക്കലും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് തീരെ സമയമില്ലാത്ത പോലെ ആവും. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാൻ ഉള്ളൊരു ടൈം കിട്ടാത്തത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പൂസിൻ്റെ പിറന്നാളായിരുന്നു. Happy birthday to you. Happy birthday dear Appus. Happy birthday to you. എല്ലാരും എനിക്ക് തരണമെന്ന് ഫ്രണ്ടിൽ നിന്ന് മാറുക റിനോ. വിഷ്ണു ഫ്രണ്ടിൽ നിന്ന് മാറുക, സൈഡിൽ നിന്നോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്നാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ പായസമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. 2 കൂട്ട് പായസമായിരുന്നു. പിന്നെ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അട ചുടുന്നുണ്ട് അമ്മ. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ്. ഓണം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്നത് തേങ്ങ ചിരവലായിരുന്നു. അമ്മയാണ് കുക്കിയൊക്കെ ചെയ്തിരുന്നത്. ഞാൻ അടിച്ചു വാരി തുടയ്ക്കൽ, പിന്നെ പാത്രം കഴുകൽ, അതുപോലെ തന്നെ തേങ്ങ ചിരവൽ, ചെറിയ ചെറിയ ഹെൽപ്പുകൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഓണം ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഓണം ഉണ്ടു. പിന്നെ എന്താ പറയുക, ഈ തേങ്ങ ചിരവണ സംഭവം മരത്തിൻ്റെ ആയിട്ട് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് സുഖമായിട്ട് എന്താ പറയുക, നമ്മുടെ സ്ലാബുമ്മ വെച്ചിട്ട് നമുക്ക് പണി ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. വലിയ വില, അധികം വില ഒന്നുമില്ല, നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എന്താ പറയുക, ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി, കിച്ചടിയില്ല ബീട്രൂട്ട് പച്ചടിയോ കിച്ചടിയോ ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോരുകൂട്ടാൻ ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, പപ്പടം, ഇഞ്ചിപ്പുളി, പിന്നെന്താ പറയുക, അച്ചാർ, ശർക്കര ഉപ്പേരി, കായ വറുത്തത്, പഴം പുഴുങ്ങിയത് രാവിലെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെയും രാവിലത്തെ ഭക്ഷണം അതായിരുന്നു. പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് പോയിണ്ട. അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് താഴ്ത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, ഉണ്ണീനെ ഞങ്ങൾ സെൻറ്ററിൽ എന്താ പറയുക, നമ്മൾ തൊട്ടിയിൽ കിടത്തി. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമാക്കി. പിറ്റത്തെ ദിവസം മാമൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു. പിന്നെ ഹൈലൈറ്റ് മാളിലൊക്കെ പോയി അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.